റാസാത്തി ഉന്നെ കാണാതെ നെഞ്ചം. ഈ പാട്ട് പാടാത്ത സിനിമാ പ്രേമികളുണ്ടാകുമോ? അല്ലെങ്കിൽ ആ വരികൾക്ക് ഈണമോ താളമോ പിടിക്കാത്ത ഒരു സംഗീത ആസ്വാദകനുണ്ടാകുമോ? പി ജയചന്ദ്രൻ മലയാളത്തിന്റെ മാത്രം ഭാവഗായകനായിരുന്നില്ല. ഹൃദയം കൊണ്ട് പാടി അതിരുകളെയും ഭാഷയെയും ജയിച്ചവനായിരുന്നു. മലയാളിക്കെന്ന പോലെ മലയാളി അല്ലാത്തവർക്കും പ്രണയവും വിരഹവും സന്തോഷവും നിരാശയും ഒക്കെ ഒരു കാലത്ത് ജയചന്ദ്രന്റെ ശബ്ദമായിരുന്നു. അദ്ദേഹം പാടിയ പല മലയാള പാട്ടുകളെയും പോലെ തന്നെ മലയാളി അയാളെ അറിഞ്ഞത് മറ്റ് ഭാഷാ ഗാനങ്ങളിലൂടെയും കൂടിയായിരുന്നു. ഹിറ്റുകൾക്ക് വേണ്ടിയല്ലാതെ പാടി ഹിറ്റായ ഒരു പാട്ടുകാരൻ. 6 പതിറ്റാണ്ട് നീണ്ട സംഗീത ജീവിതത്തിൽ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി സിനിമകൾക്ക് വേണ്ടിയെല്ലാം അദ്ദേഹം ശബ്ദം നൽകി. 16,000-ഓളം പാട്ടുകൾ പാടി. 1973 പുറത്തിറങ്ങിയ മണിപ്പയൽ എന്ന സിനിമയിലെ തങ്കച്ചിമിഴ് പോലായിരുന്നു ജയചന്ദ്രന്റെ ആദ്യ തമിഴ് ഗാനം. അവിടെ നിന്നും നാനേ രാജ നാനേ മന്ത്രി സിനിമയിലെ മയങ്കിനേൻ സൊല്ല തയങ്കിനേൻ, വാനത്തെ പോലെയിലെ കാതൽ വെണ്ണില, അമ്മൻ കോവിലിൽ കിഴക്കാലയിലെ പൂവേ എടുത്ത് തുടങ്ങി ഡസൻ കണക്കിന് പാട്ടുകൾ കൊണ്ട് മലയാളികളെയും അന്യഭാഷാ കലാപ്രേമികളെയും ജയചന്ദ്രൻ പാട്ടുകൾ ഏറെ ആകർഷിച്ചു. തമിഴ്നാട് സർക്കാർ 1997 കലൈമാമണി പുരസ്കാരം നൽകി അദ്ദേഹത്തെ ആദരിക്കുന്നതും ആ സമഗ്ര സംഭാവനകൾ മുൻനിർത്തിയായിരുന്നു. 1994 കിഴക്ക് സീമയിലെ എന്ന ചിത്രത്തിലെ കാത്തഴക് കാട്ടുവഴി എന്ന ഗാനത്തിലൂടെ മികച്ച ഗായകനുള്ള പുരസ്കാരവും തമിഴ്നാട് സർക്കാരിൽ നിന്ന് ജയചന്ദ്രൻ ഏറ്റുവാങ്ങി. 1982 തെലുങ്കിലും 2008 ഹിന്ദിയിലും അതിനിടയിൽ കന്നഡയിലും അദ്ദേഹം വരവറിയിച്ചു. 1982 പുറത്തിറങ്ങിയ എവരി വീരു എന്ന തെലുങ്ക് സിനിമയിലെ ഇതി മാതാലു റാണിവേലിൽ തുടങ്ങിയ ഗാനാലാപനം 20ഓളം ചിത്രങ്ങളിലേക്കാണ് നീണ്ടത്. അമൃത ഖലിക എന്ന കന്നഡ ചിത്രത്തിലെ ഹിന്ദുസ്ഥാനവു എന്ത് മറയതയിൽ തുടങ്ങിയ ഗാനാലാപനം റൈതന മക്കൾ എന്ന സിനിമയിലെ മനസ്സുകളെ ഇതു നിജവരെ നീണ്ടു. 2008 AR റഹ്മാൻ സംഗീതം നൽകിയ എ വേ ഓഫ് ലൈഫ് എന്ന ചിത്രത്തിനായി പാടി ഹിന്ദിയിലും സാന്നിധ്യം അറിയിച്ചു. പല ഭാഷകളിലെയും ഭക്തിഗാനങ്ങളിലും ആൽബങ്ങളിലും പി ജയചന്ദ്രൻ പാടി. സംഗീത ഗന്ധർവൻ യേശുദാസിന്റെ കാലത്തും ശബ്ദം കൊണ്ട് അദ്ദേഹം പൂർണ്ണനായി. 1965 പുറത്തിറങ്ങിയ കുഞ്ഞാലി മരയ്ക്കാർ എന്ന ചിത്രത്തിലെ ഒരു മുല്ലപ്പൂമാലയുമായി എന്ന ഗാനത്തിലൂടെ വന്ന രാജ്യത്തെ സംഗീത ലോകത്തെ വിസ്മയമായി മാറിയ ഗായകന് നിത്യശാന്തി.